ഹലോ ഗൈസ്, ഞാനിന്ന് പാക്കറ്റ് പൊടി കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗുലാം ജാമാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ഗുലാം ജാമാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കേണ്ടി, അടിപൊളി ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. ഞാൻ ഇതിന് വേണ്ടി 2 പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളത് എടുക്കുക, അര പാക്കറ്റോ 1 പാക്കറ്റോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് പാല്, നേരിയ ചൂടിൽ വേണം പാലെടുക്കാൻ. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതലായിട്ടൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നല്ല സോഫ്റ്റായിട്ട് നല്ലോണം ഇങ്ങനെ പഞ്ഞി പോലായി വരും. ഇതിലേക്ക് വേണ്ടത് ഒരു 800 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട്, ഒരു വലിയ കപ്പ് വെള്ളമാണ് കേട്ടോ, അത് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ടി ഒരു 4 ഏലക്കായും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഏകദേശം ഈ പഞ്ചസാര ലൈന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഈ മാവ് ഒന്ന് ഉരുളയാക്കി എടുക്കണം. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ. ഇത് ഇത്ര വലിപ്പം മതി. ഇത് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതാവും. പിന്നെ അത് പഞ്ചസാര ലൈനിട്ടാൽ ഒന്നുകൂടെ വലുതാവും. അപ്പോൾ ഏകദേശം ഇത്രയും വലിപ്പം മതി. എല്ലാം ഞാൻ ഇത് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഞാൻ എടുത്തത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉണ്ടകൾ ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് അത് നമുക്ക് നല്ലോണം എണ്ണ വാർന്നതിന് ശേഷം എടുത്ത് ചൂടോട് കൂടി തന്നെ ആ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഉണ്ടകളൊക്കെ ആയി തുടങ്ങി, നമ്മൾ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് അത് അവിടെ വെക്കുക. എന്നിട്ട് എടുത്ത് നോക്കുക. അവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. വായിലിട്ട് ഇട്ട് കൊടുത്താൽ അലിഞ്ഞു പോവും, അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്